ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യയുടെ ഒരു വണ്ടി ഇടിക്കാൻ വന്ന സമയത്ത് ഭൂമി അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു മാറ്റി ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ടിങ്ങനെ ഭൂമിയെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി ഭൂമിക്ക്. ഭൂമി ഇങ്ങനെ എന്നാ പറയുന്നത്, വാത്സല്യത്തോടെ ആ മനുഷ്യനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. സർ എന്തെങ്കിലും പറ്റുമോ സാറിന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, സങ്കടപ്പെടാൻ എൻ്റെ കാര്യത്തിൽ ആരും ഇല്ല മോളെ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ടിങ്ങനെ അദ്ദേഹം ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് അമ്മയുടെയും മകളുടെയും ഫോട്ടോയുടെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഭവാനിയും അതുപോലെ സംഗീതയും കൂടെ സംസാരിക്കുക. അപ്പോൾ മോളെന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞു. വിവാഹകാര്യമൊക്കെ പറയാൻ വേണ്ടി പോയതാണെന്നും പറഞ്ഞു. അപ്പോൾ അതേതായാലും നന്നായി. ഭവാനി, പഴയ കാലത്തെ വിവാഹം ആയിരുന്നു ശരിക്കും നല്ലത്. മുറച്ചേർക്കനെ കെട്ടുക, അതുപോലെ അതാകുമ്പോൾ പെൺകുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും, ബന്ധങ്ങൾക്ക് ശക്തിയും കൂടും എന്നൊക്കെ സംഗീത പറയാട്ടോ. അത് കേട്ടപ്പോൾ ഭവാനി, അതെ, അത് 100% ശരിയാ, അതുകൊണ്ടാണ് അഞ്ജന മുറച്ചെറുക്കനെ കെട്ടുന്നതും. അപ്പോൾ ഭവാനി ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലോ എന്ന് സംഗീത ഭവാനിയോട് പറയാട്ടോ. അതിൻ്റെ അർത്ഥം ദുഃഖങ്ങളൊക്കെ മാറി വരുന്നു എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഭവാനിക്ക് ഇനി സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല, അഞ്ജന കൂടെ ഉണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ് മൂളിക്കൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും സൗഭാഗ്യവതി അമ്മ അങ്ങോട്ടേക്ക് വന്നു. ആ അമ്മേ, നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ എന്ന് ചോദിച്ചു. ആ ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നു അമ്മയെന്ന് പറഞ്ഞപ്പോൾ ബാലിക ഒരു അകന്ന ബന്ധുവാണ്, ചെന്നില്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു കളയുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാട്ടോ. സൗഭാഗ്യപുരത്തി എല്ലാവരും ചെല്ലണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെ ജാഥ നയിച്ച് കൊണ്ടുപോകേണ്ട ബന്ധുവോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അമ്മ. പിന്നെ ഭവാനി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലമ്മേ, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ അതെല്ലാം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി അവിടെ കടയുടെ ഫ്രണ്ടിൽ മിസ്സിങ് ആണെന്നുള്ള ഒരു ഇതെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഭൂമിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അത് വേറെ ആരും അല്ല വിളിക്കുന്നത്, സൗഭാഗ്യവതി അമ്മയായിരുന്നു. ആ ഹലോ മുത്തശ്ശി. ആഹാ, മനസ്സിലാക്കി കളഞ്ഞല്ലേ മോളെ. മുത്തശ്ശിയെ മറക്കില്ല, മുത്തശ്ശിയുടെ ശബ്ദവും ഞാൻ മറക്കില്ല എന്നും സുഖമാണോ മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുക. അപ്പം സുഖമായിരിക്കുന്നു മോളെ എന്ന് മുത്തശ്ശി പറഞ്ഞു. പിന്നെ ഭൂമി, ഞാൻ വിളിച്ചതേ, ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ ഇവിടെ വരെ ഒന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഭവാനിക്ക് കലി കയറി. ഭവാനി ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ വരാലോ മുത്തശ്ശി, എന്താ കാര്യം? അത് പറയാം കേട്ടോ എന്നും പറഞ്ഞങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പോയിട്ട് വരാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് പോയി. ആ സമയത്ത് നല്ല കുട്ടിയാ, വർത്തമാനവും പറഞ്ഞ് അങ്ങനെ ഇരുന്നു എന്ന് ഭവാനിയോട് പറയുവാണ് നമ്മുടെ മുത്തശ്ശി. അങ്ങനെ അമ്മ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അപ്പോൾ അവളിങ്ങ് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കൊലയാളിയുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടിട്ട് കൊടുക്കാൻ മുത്തശ്ശിയായിട്ടൊരു കാരണമായി. ഈ സമയം ആരും അവിടെ ഇല്ല, ഭവാനി മാത്രമേ ഉള്ളൂ. ഭവാനി അന്നേരം അവളിങ്ങ് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാം. ഈ വീട്ടിലെല്ലായിടത്തും CCTV ക്യാമറ ഉണ്ടെന്നും ബുദ്ധിപരമായിട്ട് നീങ്ങണമെന്നും ഭവാനി പറയും. അവൾ ഇന്നും മുടങ്ങിപ്പോവരുത്. അങ്ങനെ ഭവാനി അകത്തേക്ക് കയറി പോവുക. ഭവാനി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അച്ചുവേട്ടനെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അമ്പയ്ക്ക് ഇറങ്ങി വരുവാണ്. അച്ചുവേട്ടാ, എന്നാറ്റി ഈ ഇടയായിട്ട് എപ്പോഴും എന്തൊക്കെയോ ഒരു ചിന്തയാണല്ലോ, എന്തു പറ്റി വയ്യേ, മോളെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പം എന്തിനാ മോളെ വിളിക്കുന്നേ, ഏതിനും മോളെ വിളിക്കട്ടെ എന്തിന്? ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ. ഇതുപോലെ അനങ്ങിയ മോളെ വിളിക്കുന്ന പറയുന്ന ആളാണ്. അവളല്ലേ ഈ വീട്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ എന്ന് അംബിക ചോദിച്ചപ്പം അവൾ ഇല്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ചേടാ, എവിടെ പോവാൻ, കല്യാണം കഴിച്ച് പോവുമോ, അതോ ഇനി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോവുമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കണേ, എന്താണെങ്കിലും പറ എന്ന് അംബിക ഇങ്ങനെ അച്ചുവേട്ടനോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ചുവേട്ടന് സങ്കടം വന്നു. എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് അച്ചേട്ടൻ പറയാം. വേദന വന്നാൽ കഴിക്കാൻ ഡോക്ടർ മരുന്ന് വന്നിട്ടുണ്ടല്ലോ, മോളെ വിളിച്ച് ചോദിക്കാൻ മരുന്ന് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം തുടങ്ങി പാരാണ് മോളെ വിളിച്ച് ചോദിക്കുന്നത്. നിനക്കിവിടെ എന്താ ജോലി എന്ന് അച്ചുവേട്ടൻ അമ്പയ്ക്കോട് പിന്നെയും ദേഷ്യപ്പെട്ടു. അപ്പം അമ്പയ്ക്ക് അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ വല്ലാതെയായി. അച്ചുവേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ അച്ചുവേട്ടാ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അത് പിന്നെ അമ്പയ്ക്ക്, എനിക്ക് നമ്മുടെ മോളെ അവളുടെ യഥാർത്ഥ അച്ഛൻ വന്ന് കൊണ്ടുപോയാലോ എന്നുള്ള ആ ഒരു പേടി അന്നേരം അദ്ദേഹം പറയാം. അങ്ങനെയൊന്നും ആരും വരില്ല, ഇത്രയും വർഷമായില്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നമ്മുടെ മോളെ തേടി അവർ വരും, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്ന് അച്ചുവേട്ടൻ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് അംബികയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ആരാ വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് അച്ചുവേട്ടൻ വിവരങ്ങളെല്ലാം അംബികയോട് പറഞ്ഞു. എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞു. പിന്നെ ഭയങ്കര കരച്ചിലായി. മറ്റൊരാളെ അവൾ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അച്ചുവേട്ടൻ പറയണു. വിട്ടു കൊടുക്കില്ല ഞാനൊന്നും. അപ്പോൾ അംബിക നിന്ന് ഭയങ്കര കരച്ചിൽ.
അവളെ വിട്ടുകൊടുക്കല്ലേ അച്ചുവേട്ടാ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ. അംബികയും എൻ്റെ മോളെ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു കരഞ്ഞ് അംബിക അകത്തേക്ക് കയറിപ്പോയി. അകത്ത് പോയി നിന്ന് അംബിക ഭയങ്കര കരച്ചിൽ. അപ്പം അച്ചുവേട്ടൻ അകത്തേക്ക് കയറി വന്നു. അച്ചുവേട്ടൻ അകത്തേക്ക് കയറി വന്നപ്പോഴും അംബിക അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അംബികെ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പം അംബികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടിക്കരയുക. നീ വിഷമിക്കണ്ട, മഹാരാജാവ് വന്നാലും ഞാൻ കൊടുക്കില്ല. അപ്പോൾ അയാൾ കടമായിട്ട് കൊണ്ടുപോയാലും ഇല്ല, അതിനൊരു മാർഗം ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ചുവേട്ടൻ പറയാം അംബികയോട്. അംബികയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. മോള് വരുമ്പോൾ പഴയതുപോലെ ഒന്നും അറിയാത്തതുപോലെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നെഞ്ചിൽ തീയിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് അംബിക അന്നേരം ചോദിച്ചു. ഇരുന്നേ പറ്റുള്ളൂ എന്ന് അച്ചുവേട്ടൻ പറയാം. മോളോട് വേദനയുടെ മരുന്ന് എവിടെയാണെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കിച്ചല്ലേ എന്ന് പറഞ്ഞ് അംബികയെ പറഞ്ഞു വിട്ടു. അച്ചുവേട്ടൻ ഇങ്ങനെ ആകെ തല പുകഞ്ഞിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഈ ഭവാനി അടുക്കളയിൽ ചെന്നിട്ട് അവിടെ ലൈറ്റോ എന്തൊക്കെയോ ഇങ്ങനെ ഊരിയിടുവോ, ഏതാണ്ട് സ്വിച്ചൊക്കെ വിടർത്തിയിടുവോ ഏതാണ്ടൊക്കെ കാണിക്കും. അപ്പോൾ അച്യുതൻ്റെ മകൾ ഇവിടെ തീരണം എന്നും പറഞ്ഞുകൊണ്ട് കറണ്ട് അടിച്ച് മരിക്കാൻ പാകത്തിന് എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുവാണ് ആ ചാത്തി. ആ സമയത്ത് ഒന്നും അറിയാതെ നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് വന്നു. ഭൂമി വന്നു കഴിഞ്ഞ് ഈ വീടുമായി എനിക്കെന്തോ ബന്ധമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഭൂമി മനസ്സിലുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് വീട് മൊത്തത്തിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അകത്ത് നിന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ സമയത്ത് ഭവാനി ഇറങ്ങി വന്നിട്ട് ആ ഭൂമി മോള് വന്നോ, കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അജയുടെ ഓഫീസിൻ്റെ എതിർവശത്താണല്ലേ എന്ന് ഭവാനി ചോദിക്കുമ്പം ആ അതെ, എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അപ്പോൾ അച്ഛനും അമ്മയും ഞാനും. അപ്പോൾ ഒറ്റ മോളാണോ എന്ന് ചോദിച്ചപ്പം അതെ. ഇവിടെ തന്നെയാണോ സ്വന്തം സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അല്ല, 2 വർഷമായുള്ളൂ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. എന്താ? ഒന്നുമില്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വരൂ വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണു. അയ്യോ ഭയങ്കര അഭിനയം ഭവാനി. അല്ല മുത്തശ്ശിയില്ലേന്ന് ചോദിച്ചപ്പം ഇല്ല, ഉടനെ വരും കേട്ടോ, ഭൂമി വന്നാൽ വിളിച്ചിരുത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഭവാനി. ഒരു ചായ പോലും ഇടാൻ കഴിയില്ലാന്നേ, അടുക്കളയെല്ലാം ചീത്തയായി കിടക്കുക, സെർവൻറ്റും വന്നില്ല. അപ്പോൾ അല്ല ഭൂമിക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? അയ്യോ കഴിയുമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ അതിനെന്താ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഭൂമി. എന്നാൽ വരുമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ദേ അവിടെ ആ കുത്തിയിട്ടേക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. കുറച്ച് അധികം പാത്രം കഴുകാനുണ്ടെന്നാണ് തോന്നണേ. അതിനിപ്പോൾ എന്താ, ഞാൻ കഴുകാമല്ലോ എന്ന് പറഞ്ഞു. ആദ്യം ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിടുക, എന്നിട്ട് പാത്രം കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി കഴുകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമി ജോലികളെല്ലാം ഓരോന്നോരോന്നായിട്ട് തീർക്കുന്നു. ചേച്ചിയാണെങ്കിൽ പുറത്ത് ഭൂമിക്ക് ആപത്തുണ്ടാകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് പതുക്കെ പമ്മി വന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ വെള്ളവും കറണ്ടും കൂടി ആകുമ്പോഴത്തേക്കും ഭൂമിക്ക് കറണ്ട് അടിക്കുമല്ലോ, അതാണ് ഭവാനി ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഭവാനി ഇങ്ങനെ നോക്കുന്നു. ഭൂമിയാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഭൂമിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ കോളെടുത്ത് അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഭവാനി ഇങ്ങ് വന്നു, ഇവിടെ ഇരിക്കുകയാണ്. ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ ദേ നമ്മുടെ ഭവാനി കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മുടെ ഭൂമി വീഴുന്നതും ഇതെല്ലാം സ്വപ്നം കാണും. അപ്പം നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ചേടാ കറണ്ട് വല്ലതും പോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കറണ്ടൊക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുക കേട്ടോ. ഇനി ഇൻവേർട്ടറിൻ്റെ ലൈനോ മറ്റോ ആണോ? ഇനി മാറിപ്പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭവാനി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഭവാനി പതുക്കെ അടുക്കളയിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഭൂമിയെ കാണുന്നില്ല. എന്നിട്ട് തപ്പി തന്നെ ചെല്ലുവാണ്. പമ്മി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഭൂമി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നു. ഈ സമയത്ത് ദേ ആ ടാങ്കിൽ, അതായത് വാഷ് ബേസിൽ വെള്ളം ഓണാക്കിയിട്ടായിരുന്നു ഭൂമി പോയത്. ആ വെള്ളം നിറഞ്ഞിങ്ങനെ കവിഞ്ഞുകൊണ്ടിരിക്കുക. ആ തൊട്ടരികിലാണ് ഭവാനി വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞ ഭവാനിയുടെ വിരളിലേക്ക് തൊടാൻ പാകത്തിന്. അങ്ങനെ നമ്മുടെ ഭവാനി മോൾ ഇങ്ങനെ നിന്നു. ആ സമയത്ത് കൃത്യമായിട്ട് വെള്ളം നിറഞ്ഞ് ഭവാനിയുടെ കയ്യിലേക്ക് വന്ന് വീഴുകയും ചെയ്തു. ഭവാനിയെ കരണ്ട് പഠിച്ചു. ഭവാനി അവിടെ നിന്ന് എന്നും പറഞ്ഞു കാറിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭൂമി വന്നു കേട്ടോ. ഭൂമി വന്നപ്പോൾ നിന്നിങ്ങനെ കരണ്ട് അടിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ ഇരുന്ന് ആ ഒരു മോപ്പിൻ്റെ കമ്പ് വെച്ച് കൊടുത്ത് പുറം വഴി ഒരൊറ്റ വരണം. അപ്പോഴത്തേക്കും പോയി തെറിച്ചടിച്ച് ദേ കിടക്കുന്നു ഭവാനി. ഭൂമി എല്ലാവരും ഇന്ന് ഭവാനിയുടെ കട്ടപ്പോക കണ്ടേനെ എല്ലാവരും. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ കൊണ്ട് ഇരുത്തുവാണ്. അയ്യോ മേഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭവാനിയെ വിളിക്കുക ഭൂമി. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. നമ്മുടെ ഭൂമിയെ കൊല്ലാൻ വേണ്ടി ഒപ്പിച്ച് വെച്ച കെണിയിലാണ് ആശാത്തി വീണ് ഇങ്ങനെ തകർന്ന് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭൂമിയുടെ കട, അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്കും ഭൂമി അങ്ങോട്ടേക്ക് വന്നു. ഭൂമിയോട് 4 ചായ വേണമെന്ന് പറഞ്ഞു. പോലീസുകാരകത്തേക്ക് കയറിപ്പോയി. ഈ സമയം നമ്മുടെ ഭൂമി അവിടെ കയറി വന്നപ്പോഴത്തേക്കും ഒരു അവിടെ ഇരുന്നിങ്ങനെ സങ്കടം പറയാം ഭൂമിയോട്. അപ്പോൾ ഭൂമി
ജീവനാംശം കിട്ടണമെന്ന് പരാതിപ്പെട്ടിട്ട് ഇതുവരെ ആരും പ്രതികരിച്ചില്ല തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മ വിഷമിക്കേണ്ട, അയാളെ സ്റ്റേഷനിൽ നമുക്ക് വരുത്താമെന്ന് പറഞ്ഞു ഭൂമി. ഉമ്മ നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് പോരേട്ടോ, പരാതി എഴുതാമെന്ന് പറഞ്ഞു ഭൂമി. ലക്ഷ്മി ചേച്ചി ഉമ്മയ്ക്ക് ചായ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കുടിച്ചു മോളെ എന്ന് പറഞ്ഞു. ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, അതിന് കാശ് ഇപ്പം ആരെവിടെ ചോദിച്ചേ? അതൊക്കെ പോട്ടെ, എങ്ങനെ മടങ്ങും? ബസ്സുണ്ട് മോളെ എന്ന് പറഞ്ഞു. ചേച്ചി ഒരു 100 രൂപ എടുത്ത്. അപ്പോൾ പൈസ ഒന്നും വേണ്ട മോളെ, ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞു. അപ്പം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി കൊടുക്കും. അപ്പം നാളെ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ പൈസയും കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ദേ 2 ചെറുപ്പക്കാർ വന്നിട്ട് ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചപ്പോൾ പൈസ തരാട്ടോ, അഡ്വാൻസ്, സിനിമയുടെ അഡ്വാൻസ് വരട്ടെ തരാമെന്ന് പറഞ്ഞു. അതെ, നിങ്ങളെ വലിയ തിരക്കഥാകൃത്തുക്കളായിട്ട് കണ്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി പറയാം. മോളെ കടയടയ്ക്കാൻ സമയം എല്ലാം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം വേണ്ട ചേച്ചി, ദേ ഒരു 11 മണി വരെ ഇരിക്കാമെന്നും ഇനി എന്നും ഇങ്ങനെയാണെന്ന് നമ്മുടെ ഭൂമി പറയാം, കുറച്ചധികം കാശിൻ്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ചേച്ചി പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ശരി മോളെ എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് പോയി. ഭൂമി അവിടെ ഇരിക്കുന്നു. ഈ സമയം എൻ്റെ ദൈവമേ, അവളെ ഒന്ന് തീർക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു, അത് നടന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭവാനി അവിടെ ഇരിക്കുക. അത് എനിക്ക് തന്നെ വന്ന് കൊണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭവാനി ഭയങ്കര കലിപ്പിലിരിക്കുന്നേ. അങ്ങനെ കഴുത്തിനും കൈക്കും ഒക്കെ ഭയങ്കര വേദന. പുള്ളിക്കാരി ഇങ്ങനെ എന്നിട്ടൊരു ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അവർ വന്നപ്പോഴത്തേക്കും. ഇതെന്താമ്മ ഇത്രയും വൈകിയതെന്ന് ചോദിച്ചു. അതോ, ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, മൂന്നാർ വരെ ഒന്ന് പോകണം എന്ന്. അപ്പോൾ ഭവാനി ഇങ്ങനെ നോക്കുക. സത്യൻ്റെ റിസോർട്ടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചു, ഇന്ന് കാണാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോണു. അത് ഭവാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭവാനിയുടെ മുഖം അങ്ങ് വല്ലാതായിരിക്കുക. പിന്നെ സുമിത്ര അഭിരാമിയെ കാണാതെ പോയ സ്ഥലത്തും പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൈയും കാലും മറിക്കാൻ തുടങ്ങി ഭവാനിക്ക്. ദേഷ്യം വരാൻ തുടങ്ങി. കലി കയറി ഇങ്ങനെ നിൽക്കുക. അവിടെ വെച്ച് ഒരു കാരണവരെ കണ്ടു. അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്നും പറയാനുണ്ടെന്നും ഒക്കെ പറഞ്ഞെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവാനി അന്താളിച്ച് നിൽക്കുക. പണി പാളിയോ? അപ്പോൾ എന്താ അയാൾ പറഞ്ഞത്? അയാൾക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, കണ്ടാൽ അറിയാൻ പ്രായം, എന്തൊക്കെയോ കിടന്നു പറയുന്നു. എന്ന് പറഞ്ഞ് ഭവാനി നിൽക്കുക. നിനക്കെന്ത് പറ്റി മോളെ? അപ്പം ഒരു ശരീരവേദനയാണെന്ന് പറഞ്ഞു. വല്ല മുറിവെണ്ണയോ മറ്റെടുത്ത് പുരട്ടാൻ പാടില്ലായിരുന്നു ചോദിച്ചപ്പം ഞാൻ ഇട്ടോളാം അമ്മയെന്ന് പറഞ്ഞു. അല്ല ഭൂമി വന്നില്ലായിരുന്നു മോളെന്ന് ചോദിച്ചപ്പം വന്നിരുന്നു, കുറേ നേരം ഇരുന്നു, പിന്നെ ഞാനാ പറഞ്ഞത് അമ്മ വന്നിട്ട് വിളിക്കാമെന്ന്. അപ്പോൾ അയ്യോ കഷ്ടമായി പോയി, ഞാൻ അവളെ വിളിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സംഗീതയോട്, സംഗീതേ ആ കാരണവര് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്ത് കാര്യം? അല്ല അഭിരാമിയെ കാണാതായതിൻ്റെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പം അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് സംഗീത അകത്തേക്ക് കയറിപ്പോയി. ഭവാനിയുടെ ഉറക്കം പോയി. ഉറക്കം നഷ്ടപ്പെട്ട് ഭവാനി ഇങ്ങനെ അവിടെ നിൽക്കാം. ആ സമയത്ത് ഭൂമി ഞങ്ങൾ പോയേക്കാട്ടോ എന്ന് പറഞ്ഞാൽ കടയിലിരുന്നവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. ആ സമയം മുത്തശ്ശി ഭൂമിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ മോളെ കിടന്നോന്ന് ചോദിച്ചു, ഉറങ്ങിയോന്ന് ചോദിച്ചു. ഇല്ല മുത്തശ്ശി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ സോറി പറയാനാ മോളെ വിളിച്ചതെന്ന് പറയാം. ഞാനേ വരാനൊരല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞു. അതിനെന്തിനാ സോറിയൊക്കെ പറയുന്നത്? അല്ല പിന്നെ മോളെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം വരെയാ, അപ്പോൾ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് ചോദിച്ചപ്പം പിന്നെന്താ ഞാനൊരു ദിവസം അങ്ങോട്ട് വരാലോ മുത്തശ്ശി, ഉണ്ടാക്കി തരാം മുത്തശ്ശി എന്ന് പറഞ്ഞു. ശരി മോളെ ആയിക്കോട്ടെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. മുത്തശ്ശി ഇങ്ങനെ ഭൂമിയോട് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.